കേരളത്തിൽ മഴ തകർത്തു പെയ്യുമ്പോൾ കൊടും ചൂടിൽ ചുട്ടുപൊള്ളുകയാണ് ഉത്തരേന്ത്യ. കഴിഞ്ഞ ദിവസം ചൂട് കൂടിയതോടെ 24 മണിക്കൂറിനുള്ളിൽ 85 പേരാണ് മരിച്ചത്. ഇതോടെ കനത്ത ചൂടിൽ മരിച്ചവരുടെ എണ്ണം 100 കടന്നു. ഒഡീഷ, ബീഹാർ, ജാർഖണ്ഡ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിലാണ് ചൂടിൽ കൂടുതൽ മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. അന്തരീക്ഷ താപനില 50 ഡിഗ്രി സെൽഷ്യസ് കടന്ന ഒഡീഷയിൽ മാത്രം 46 പേരാണ് മരിച്ചത്. ജൂൺ 3 വരെ ചൂട് തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. UP ചീഫ് ഇലക്ടറൽ ഓഫീസർ നവ്ദീപ് റിൻവ പുറത്തുവിട്ട കണക്ക് പ്രകാരം 7ാം ഘട്ട വോട്ടിംഗിനിടെ ഉത്തർപ്രദേശിൽ മാത്രം അത്യുഷ്ണത്തിൽ മരിച്ചത് 33 തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരാണ്. ബല്ലിയ ലോക്സഭാ മണ്ഡലത്തിലെ സിക്കന്ദർപൂർ ബൂത്തിലെ ഒരു വോട്ടറും കടുത്ത ചൂടിൽ മരണപ്പെട്ടിരുന്നു. റാംപ്രധാൻ ചൌഹാനാണ് വോട്ട് ചെയ്യാൻ കാത്തു നിൽക്കുന്നവരുടെ കുഴഞ്ഞു വീണ് മരിച്ചത്. സുരക്ഷാ ജീവനക്കാരും ശുചീകരണ തൊഴിലാളികളും ഉൾപ്പെടെയുള്ളവരാണ് വോട്ടിംഗിനിടെ മരിച്ചത്. ലക്നൌവിൽ ഇലക്ട്രൽ വോട്ടിംഗ് മെഷീന് കാവൽ നിന്ന പോലീസ് കോൺസ്റ്റബിളും മരിച്ചു. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ മരണത്തിൽ ജില്ലാ മജിസ്ട്രേറ്റുമാർ റിപ്പോർട്ട് തേടി. മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം റിപ്പോർട്ട് സമർപ്പിക്കും. എല്ലാ പോളിംഗ് ബൂത്തിലും കൂളറുകളും മറ്റ് സൗകര്യങ്ങളും ഉണ്ടായിരുന്നുവെന്നാണ് അധികൃതരുടെ വാദം. അതേസമയം ഡൽഹിയിലെ താപനില കഴിഞ്ഞ ദിവസം 52.9 ഡിഗ്രി സെൽഷ്യസായി ഉയർന്നിരുന്നു. രാജ്യതലസ്ഥാനത്ത് രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന താപനിലയായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. നാഗ്പൂരിൽ 56 ഡിഗ്രി സെൽഷ്യസ് ചൂടും രേഖപ്പെടുത്തിയിരുന്നു. കാലാവസ്ഥാ വ്യതിയാനം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്കടക്കം വെല്ലുവിളിയാകുമെന്നാണ് ഉയരുന്ന താപനില സൂചിപ്പിക്കുന്നത്. അതേസമയം കേരളത്തിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 6 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം മലയോര മേഖലകളിലടക്കം ജാഗ്രത വേണമെന്നും മുന്നറിയിപ്പുണ്ട്. വ്യാപകമായി മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിലും ഒറ്റപ്പെട്ടിടങ്ങളിൽ മഴ കനത്തേക്കും. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കടലാക്രമണം പ്രതീക്ഷിക്കുന്നതിനാൽ തീരമേഖലയിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് മേഖലയിലും മത്സ്യബന്ധനത്തിന് കർശന വിലക്കാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്.